അങ്ങ് ഇല്ലാതാക്കാമെന്നും തവിട് പൊടിയാക്കാമെന്നും കൊമ്പുകുലുക്കി വലിയ വായിൽ വമ്പു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഒടുവിൽ വാലുമടക്കി പിന്മാറിയിരിക്കുകയാണ്. ഇറാനെതിരെ വൻ സൈനികാക്രമണം നടത്താൻ ട്രംപ് ഉത്തരവിട്ടു കഴിഞ്ഞു എന്ന് കേട്ട് ലോകം മുൾമുനയിൽ നിന്ന നിമിഷങ്ങളിൽ നിന്നാണ് ഒറ്റ രാത്രി കൊണ്ട് കഥയാകെ മാറിയത്. പേടിച്ചിട്ടല്ല, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെയും ഇറാന്റെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് താൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നതെന്നാണ് ട്രംപ് ഇപ്പോൾ തട്ടിവിട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ട്രംപിന് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കാൻ കിട്ടിയ ഈ ന്യായീകരണത്തിന് പിന്നിൽ അമേരിക്കയെ വേട്ടയാടുന്ന വലിയൊരു ഭയമുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. കാര്യം ലളിതമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഈ പിന്മാറ്റത്തിന് പിന്നിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ തന്ത്രപരമായി ഇടപെട്ടു എന്നത് സത്യം തന്നെ. പക്ഷേ സൗദി സുൽത്താൻ ഒന്ന് ഉപദേശിച്ചപ്പോഴേക്കും ആയുധം താഴെ വെച്ച് സമാധാന ദൂതനാക്കാൻ മാത്രം അലിവിലുള്ള ആളാണോ ട്രംപ്? ഒരിക്കലുമല്ല. ഇറാനെ തൊട്ടാൽ കളി മാറുമെന്ന് ട്രംപിന് അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങൾക്കും കൃത്യമായി അറിയാം. ഇറാൻ വീണ്ടും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചാൽ അത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക അടിത്തറ ഇളക്കും. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുവരും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നിലം പരിശാകും. ഈ യാഥാർത്ഥ്യം സൗദി കിരീടാവകാശി ട്രംപിനെ ഫോൺ വിളിച്ച് ഓർമ്മിപ്പിച്ചപ്പോൾ മാത്രമാണ് ട്രംപിന് കാര്യം ബോധ്യപ്പെട്ടതും ആവേശം അടങ്ങിയതും. അതുമാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക ക്യാമ്പുകളും ഇസ്രയേലും ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ എത്തുന്ന ദൂരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാനുമായി ഒരു നേരിട്ടുള്ള യുദ്ധത്തിന് മുതിർന്നാൽ അമേരിക്കൻ സൈന്യത്തിന് ഉണ്ടാകാൻ പോകുന്ന വൻ നാശനഷ്ടങ്ങളെ കുറിച്ച് പെന്റഗൺ ട്രംപിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേവലം മാധ്യമങ്ങൾക്ക് മുന്നിൽ മാസ് ഡയലോഗുകൾ അടിച്ച് മാസ് കാണിക്കാൻ എളുപ്പമാണ്. എന്നാൽ പശ്ചിമേഷ്യയിൽ ഒരു മഹായുദ്ധം ആരംഭിച്ചാൽ അതിൽ നിന്ന് തിരിച്ചടിയേൽക്കാതെ രക്ഷപ്പെടാൻ അമേരിക്കക്കോ ട്രംപിനോ കഴിയില്ല. ഇതാണ് ട്രംപിനെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നത്. ഇപ്പോൾ ട്രംപ് പറയുന്നത് ഇറാൻ ചില വ്യവസ്ഥകൾ അംഗീകരിച്ചു എന്നാണ്. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കണം, ആണവ ഭീഷണി അവസാനിപ്പിക്കണം എന്നൊക്കെയാണ് ട്രംപിന്റെ പുതിയ നിബന്ധനകൾ. എന്നാൽ ഇതെല്ലാം സ്വന്തം തോൽവിയും ഭയവും മറച്ചുവെക്കാൻ ട്രംപ് കെട്ടിച്ചമയ്ക്കുന്ന ന്യായങ്ങൾ മാത്രമാണ്. കഴിഞ്ഞ ദിവസം വരെ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് ലോകത്തെ ഭയപ്പെടുത്തിയ ട്രംപ് ഇപ്പോൾ ഇറാൻ അഭ്യർത്ഥിച്ചതുകൊണ്ടാണ് ആക്രമിക്കാത്തതെന്ന് പറയുന്നത് ആരെ വിഡ്ഢികളാക്കാനാണ്. ആഗോളതലത്തിൽ സ്വന്തം പ്രതിച്ഛായ തകരാതിരിക്കാനും അതേസമയം ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള ട്രംപിന്റെ കേവലം ഒരു അടവു നയം മാത്രമാണിത്. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇറാൻ മുട്ടുമടക്കിയില്ല എന്ന് മാത്രമല്ല, ട്രംപിന്റെ ഗർജനങ്ങൾ വെറുതെയാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയുകയും ചെയ്തിരുന്നു. സൗദിയുടെ ഇടപെടൽ ഒരു കാരണമാക്കി ചൂണ്ടിക്കാട്ടി യുദ്ധത്തിൽ നിന്ന് തലയൂരിയ ട്രംപ് ലോകത്തിന് മുന്നിൽ താൻ എത്രത്തോളം പ്രതിരോധത്തിലാണെന്നാണ് തെളിയിച്ചിരിക്കുന്നത്. നയതന്ത്രത്തിന്റെ പേര് പറഞ്ഞ് ട്രംപ് പിൻവാങ്ങുമ്പോൾ ശരിക്കും തോറ്റത് അമേരിക്കയുടെ അഹങ്കാരവും ട്രംപിന്റെ വ്യാജ വീരവാദങ്ങളുമാണ്.